റെട്രോ നടിപ്പിൻ നായകൻ സൂര്യയുടെ റെട്രോ 2025 തമിഴത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പടങ്ങൾ എന്ന് പറയുന്നേക്കാളും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പടം ഓഫ് തമിഴ് തന്നെയാണ് റെട്രോ. കാരണം കാർത്തിക് സുബരാജ്. സോ യൂഷ്വലി നമുക്ക് ഈ സിനിമയുടെ ടൈറ്റിൽ അറിയില്ലെങ്കിലും കാർത്തിക് സുബരാജിന്റെ സിനിമയാണ് വെച്ച് നമ്മൾ പറയുന്നത് ആ കാർത്തിക് സുബരാജ് പടം. അത്രയും ഇഷ്ടമാണ് ആൾക്കാർക്ക്. 2025 ദ ഇയർ ഓഫ് കംബാക്സ് എന്നാണ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ചിയാൻ വിക്രം തിരിച്ചു വന്നു, ലാലേട്ടൻ തിരിച്ചു വന്നു, നമ്മുടെ സൂര്യ തിരിച്ചു വന്നു ചോദിച്ചാൽ വന്നു എന്നും പറയാം, വന്നില്ല എന്നും പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ സൂര്യയാണ്. ഒരു മുങ്ങിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കപ്പലിനെ കംപ്ലീറ്റ്ലി ഷോൾഡർ ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ്. ആൻഡ് ആളെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി മോസ്റ്റ് സ്റ്റൈലിഷ് വേർഷൻ ഓഫ് സൂര്യ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത കാലത്ത് ആളുടെ സിനിമകൾ കണ്ടതിൽ ഏറ്റവും കിടിലനായിട്ടാണ് ആളെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങേരെ ഒരു സ്വാഗ്, അങ്ങേരെ ഒരു സ്റ്റൈല്, അങ്ങേരെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കിടിലൻ തന്നെയായിരുന്നു. പല സ്ഥലങ്ങളിലും ഒരു BGM ഒക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ സിനിമയെ എലവേറ്റ് ചെയ്യാൻ അതിന് പറ്റിയിട്ടുണ്ട്. സോ ഈ സിനിമ അങ്ങനെയാണ്. അതായത് സൂര്യ കാണിക്കുമ്പോൾ ആ സനയുടെ ഒരു മ്യൂസിക് ഒക്കെ കൂടിയിട്ട് നന്നായി എലവേറ്റ് ആവും, പിന്നെ താഴത്തോട്ട് പോകും, പിന്നെ വീണ്ടും സൂര്യ കാണിക്കുമ്പോൾ എലവേറ്റ് ആവും, താഴത്തോട്ട് പോകും. ശരിക്കും AC-യുടെ ഒരു വേവ് തന്നെയാണ് ഈ സിനിമ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട്. ഈ സിനിമ അങ്ങനെയാണ്. ഈ താഴത്തോട്ട് പോണ സമയത്ത് സൂര്യയാണ് ഈ സിനിമ വന്നിട്ട് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. സോ എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമായി. അതാണ് സൂര്യ കിടിലനാണ്, പക്ഷെ പടം അത്യാവശ്യം ആവറേജ് എന്നൊക്കെ പറയാനുള്ള ഒരു പടം തന്നെയുള്ളൂ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് അടിപൊളിയായിരുന്നു. നല്ലൊരു ഫീൽ തരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ലവ്, ലോഫ്റ്റർ, വാർ അങ്ങനെ 3 ഭാഗമായിട്ടാണ് ഈ സിനിമ കാണിക്കുക. അതിൽ ലവിൽ തുടങ്ങി ലോഫ്റ്റർ പകുതി വരെ ചത്ത ഒരു തിയേറ്റർ പോലെ തോന്നിയത്. ആദ്യമൊക്കെ ഒരു ഫാൻ ഷോ പോലെ ആയിരുന്നു. സൂര്യയുടെ ടൈറ്റിൽ കാർഡൊക്കെ കിടിലനായിരുന്നു. ആ സമയത്തൊക്കെ ആർപ്പ് വിളിയായിരുന്നു. പിന്നെ വൺസ് ഈ ലവ് തുടങ്ങി, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ പൂജ ഹെഗ്ഡെ സൂര്യ റൊമാൻസ്, സൂര്യയുടെ പെർഫോമൻസ് മോശമായി എന്നല്ല, സീറോ ഇമോഷണൽ കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സൂര്യയുടെ വാരണമായാലും കുറെ റൊമാൻസ് സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. ആ സിനിമയിലൊക്കെ കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഈ പടത്തിൽ ഇല്ല ബേസിക്കലി. ആൻഡ് പൂജ ഹെഗ്ഡെ ഷീ ലുക്സ് ഡാം ബ്യൂട്ടിഫുൾ, പക്ഷെ ഒരു ഡോള്, ജീവനില്ലാത്തൊരു ബൊമ്മയെ പോലെ തന്നെയായിരുന്നു ആള്. ഈ സിനിമയിൽ ആൾക്ക് വലുതായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. ആളെന്നെ ഡബ് ചെയ്തത് അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ജോജുവിന്റെ പെർഫോമൻസ് ആണ്. ജോജു കിടിലനായിരുന്നു. ഈ സിനിമയിൽ വേറൊരു വില്ലൻ ഉണ്ട്, പക്ഷെ സൂര്യയോടൊപ്പം കട്ടക്ക് പിടിച്ചു നിന്നത് ജോജു തന്നെയാണ്. ജോജുവിന്റെ ഒരു സ്ലാങ്ങും ചില സമയത്തുള്ള ആളുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ പെട്ടായിരുന്നു. സ്വാസിക ആദ്യത്തെ ഒരു 5-10 മിനിറ്റിൽ വരുന്നുണ്ട്. സ്വാസിക നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓവറാക്കിയിട്ടുമില്ല, എന്നാൽ കൊളാക്കിയിട്ടില്ല. വൃത്തിക്ക് തന്നെ ആള് പെർഫോം ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈ സിനിമയുടെ ലെങ്ത് ആണ് എനിക്ക് ഈ ഏറ്റവും ഒരു പ്രശ്നമായി തോന്നുന്നത്. 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട്. ഈ കാണിച്ച സീൻസ് തന്നെ വീണ്ടും വീണ്ടും കാണിച്ച് സെക്കൻഡ് ഹാഫ് ആകുമ്പോ ഈ ജിഗർ തണ്ട XX അതിന്റെ ഒരു അതേ പോലെ തോന്നുന്നു. അതിന്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ കാണുമ്പോ ചിലവർക്ക് അത് വർക്കാം. ഇങ്ങനല്ലേ എല്ലാ സിനിമയും എല്ലാവരും കപ്പ് ഓഫ് ടീല്ല. ചിലവർക്ക് അത് നല്ലൊരു രീതിയായി തോന്നും. ഇപ്പൊ ജിഗർ തണ്ട XX